ഹായ് ഓൾ, ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, അപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ ഈ 4 ലെയറുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ട്രാൻസ്പോർട്ട് ലെയർ നോക്കാം. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് സെഷൻ ലെയറിൻ്റെയും നെറ്റ്വർക്ക് ലെയറിൻ്റെയും മിഡിലായിട്ട് വരുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റർ സൈഡിലാണെന്നുണ്ടെങ്കിൽ സെഷൻ ലെയറിൽ നിന്ന് ഡാറ്റ എവിടേക്ക് വരും? ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വരും. ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ആ ഡേറ്റനെ നെറ്റ്വർക്ക് ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതേ സ്ഥാനത്ത് റിസീവർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ഡേറ്റനെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് കൊടുക്കും. ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ഡേറ്റനെ സെഷൻ ലെയറിലേക്ക് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ട് സൈഡിൽ, അതായത് റിസീവർ സൈഡിലും സെൻറ്റർ സൈഡിലും നടക്കുന്ന പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം H4 അങ്ങനെ 3 ലെവലായിട്ട് കാണാമല്ലേ. അപ്പോൾ നമുക്ക് സെഷൻ ലെയറിൽ വരുന്ന ഡാറ്റനെ ഇങ്ങനെ പല പീസാക്കിയിട്ടാണ് ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്നത്, അതിനെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ പീസിനെയാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് ലെയറിൽ നമുക്ക് ഡേറ്റനെ സെഗ്മെൻറ്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിൽ ഡേറ്റന് സെഗ്മെൻറ്റ്സ് എന്നാണ് പറയുക. നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോൾ ഡേറ്റന് നമ്മൾ പാക്കറ്റ്സ് എന്നാണ് പറയുക. ഡാറ്റ ലിങ്ക് ലെയറിലെത്തുമ്പോൾ ഡാറ്റന് നമ്മൾ ഫ്രെയിംസ് എന്നാണ് പറയുക. ഫിസിക്കൽ ലെയറിലെത്തുമ്പോൾ നമ്മൾ ഡാറ്റന് ബിറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് ഓരോ ലെയറിലും പല പേരുകളിലാണ് നമ്മൾ ഡാറ്റനെ വിളിക്കാറ്. അപ്പോൾ ഇനി ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് ലെയർ 4 ആണ്. എൻഷുവേഴ്സ് ദാറ്റ് മെസ്സേജസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ ആർ സെൻഡ്. നമ്മൾ അയച്ച അതേ ഓർഡറിൽ തന്നെയാണ് ഡാറ്റ റിസീവ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. അതേപോലെ തന്നെ ഡാറ്റൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതും ട്രാൻസ്പോർട്ട് ലെയറാണ്. അതേപോലെ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മറ്റൊരു മെയിൻ റെസ്പോൺസിബിലിറ്റിയാണ് ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തോ എന്ന് നോക്കുന്നത്. അതും ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ട്രാൻസ്പോർട്ട് ലെയറിന് ഡാറ്റ അപ്പർ ലെയറിൽ നിന്ന് റിസീവ് ചെയ്യുന്നു. അതിനെന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെ കൺവേർട്ട് ചെയ്യും, ചെറിയ ചെറിയ സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ സ്മോൾ യൂണിറ്റ്സിനെയാണ് നമ്മൾ സെഗ്മെൻറ്റ്സ് എന്ന് പറയുക. ദിസ് ലെയർ ക്യാൻ ബി ടേംഡ് ആസ് ആൻ എൻഡ് ടു എൻഡ് ലെയർ. ട്രാൻസ്പോർട്ട് ലെയറിനെ നമ്മൾ എൻഡ് ടു എൻഡ് ലെയർ എന്നും കൂടെ പറയും. കാരണം അത് പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷൻ, സോഴ്സിനെയും ഡെസ്റ്റിനേഷനെയും തമ്മിൽ പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അതുകൊണ്ട് തന്നെ അതിനെന്ത് പറയാം? എൻഡ് ടു എൻഡ് ലെയർ എന്ന് പറയാം. അപ്പോൾ അത് ഇങ്ങനെ ഈ എൻഡ് ടു എൻഡ് ലെയർ ആവുന്നത് കൊണ്ട് തന്നെ അവിടെ ഡാറ്റ റിലയബിലിറ്റി ഉണ്ടാവും. അതായത് ഒരു ഡാറ്റയും മിസ്സാവാതെ അതിൻ്റെ ഒരു വിശ്വസ്തത കൂടും. വിശ്വസ്തതയോട് കൂടിയിട്ട് ആ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് അവിടെ എത്തി എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്പോർട്ട് ലെയറിൽ മെയിനായിട്ട് 2 പ്രോട്ടോക്കോൾസാണ് യൂസ് ചെയ്യുന്നത്. TCP പ്രോട്ടോക്കോളും UDPയും. അതായത് TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളും. അപ്പോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ്. ഇൻ്റർനെറ്റിലൂടെ സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ തന്നെയാണ് TCP എന്ന് പറയുന്നത്. 2 ഹോസ്റ്റുകൾ തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, പിന്നെ കണക്ഷൻ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ TCP കണക്ഷനിലൂടെ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ TCP പ്രോട്ടോക്കോൾ ഡാറ്റനെ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആക്കിയിട്ട് മാറ്റും. അതിനെ സെഗ്മെൻറ്റ്സ് എന്ന് പറയും. ഓരോ സെഗ്മെൻറ്റും ഇൻ്റർനെറ്റിലൂടെ മൾട്ടിപ്പിൾ റൂട്ടിലൂടെ എന്ത് ചെയ്യും? അതിൻ്റെ ഡെസ്റ്റിനേഷനിലെത്തും. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ റീഓർഡേഴ്സ് ദ പാക്കറ്റ്സ് ഇൻ ദി കറക്റ്റ് ഓർഡർ അറ്റ് ദ റിസീവിംഗ് എൻഡ്. റിസീവിംഗ് എൻഡിൽ എന്ത് ചെയ്യും? ഈ പല റൂട്ടിലൂടെയും വന്ന ഡാറ്റനെ, പാക്കറ്റുകൾ എന്താക്കി മാറ്റും? റീഓർഡർ ചെയ്തിട്ട് കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് മാറ്റിയിട്ടാണ് അതിൻ്റെ എവിടെ എത്തുന്നത്? റിസീവിംഗ് എൻഡിൽ എത്തുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് റിലയബിൾ പ്രോട്ടോക്കോളും കൂടിയാണ്. കാരണം അത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതായത് 2 സിസ്റ്റവും തമ്മിൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ് TCP എന്ന് പറയുന്നത്. റിലയബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോട് കൂടിയിട്ട് ഒരു ഡാറ്റയും മിസ് ചെയ്യാതെ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് TCPയിലൂടെ പറ്റും. ഇനി യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് മറ്റൊരു ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോളാണ്. ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അൺറിലയബിൾ ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോളാണ്. കാരണം റിസീവർ ഡസ് നോട്ട് സെൻഡ് എനി അക്നോളജ്മെൻറ്റ് വെൻ ദ പാക്കറ്റ് ഈസ് റിസീവ്ഡ്. ദ സെൻഡർ ഡസ് നോട്ട് വെയിറ്റ് ഫോർ എൻ അക്നോളജ്മെൻറ്റ്, ദെർഫോർ ദിസ് മേക്സ് എ പ്രോട്ടോക്കോൾ അൺറിലയബിൾ. അതായത് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ അല്ല, കണക്ഷൻലെസ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റ കറക്റ്റായിട്ട് റിസീവർ സൈഡിൽ എത്തിയണോ
എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെൻറ്റ് മെസ്സേജ് ഒന്നും ആർക്ക് പോകുന്നില്ല, സെൻഡർക്ക് പോകുന്നില്ല. അതേപോലെ സെൻഡർ അത് വെയിറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു അക്നോളജ്മെൻറ്റ് വരും എന്നത് വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം അവിടെ യൂസ് ചെയ്തത് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അവിടെ ട്രാൻസ്മിഷൻ നടന്നോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിനെ അൺറിലയബിൾ ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 പ്രോട്ടോക്കോളാണ് ഇതിലുള്ളത്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളും. പിന്നെ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഒന്ന് സർവീസ് പോയിൻ്റ് അഡ്രസ്സിംഗ് ആണ്. കമ്പ്യൂട്ടേഴ്സ് റൺ സെവറൽ പ്രോഗ്രാം സൈമുൾട്ടേനിയസ്ലി. ഡ്യൂ ടു ദിസ് റീസൺ ദ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ഫ്രം സോഴ്സ് ടു ദി ഡെസ്റ്റിനേഷൻ നോട്ട് ഓൺലി ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ ബട്ട് ഓൾസോ ഫ്രം പ്രോസസ് ടു അനദർ പ്രോസസ്. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരുപാട് പ്രോഗ്രാംസ് സൈമുൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുക എന്ന് മാത്രമല്ല, അവിടെ ഓരോ പ്രോസസ്സുകൾ തമ്മിലും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പ്രോസസ് ടു പ്രോസസ്സും എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും, ഒരു ഡാറ്റയിലേക്ക് ഒരു ഹെഡർ ആഡ് ചെയ്ത് കൊടുക്കും. ആ ഹെഡർ എന്ന് പറയുന്ന ഒരു അഡ്രസ്സ്, ആ അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സർവീസ് പോയിൻ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ പോർട്ട് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ നെറ്റ്വർക്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റനെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് ടു ദ കറക്റ്റ് പ്രോസസ്സ്. ഏത് പ്രോസസ്സിനുള്ളതാണോ മെസ്സേജ്, ആ മെസ്സേജ് കറക്റ്റായിട്ട് പ്രോസസ്സിലേക്ക് എത്തിക്കുക എന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ സെഗ്മെൻറ്റേഷൻ ആൻഡ് റീ അസംബ്ലി. നമ്മൾ പറഞ്ഞു ഈ ഒരു ലെയറിൽ നമ്മൾ ഡാറ്റന് സെഗ്മെൻറ്റ്സ് എന്നാണ് പറയുക. അതായത് ഈ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് എത്തുന്ന അപ്പർ ലെയറിൽ നിന്ന് വരുന്ന മെസ്സേജിനെ റിസീവ് ചെയ്തിട്ട് ആ മെസ്സേജിനെ അത് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റും. ഓരോ സെഗ്മെൻറ്റിനും എന്ത് ചെയ്യും, ഒരു സീക്വൻസ് നമ്പർ ആ സെഗ്മെൻറ്റിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെഗ്മെൻറ്റിനും എന്ത് ചെയ്യും, സീക്വൻസ് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ മെസ്സേജ് എപ്പോഴാണോ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും, അതിനെല്ലാം കൂടെ ഈ സീക്വൻസ് നമ്പർ വെച്ചിട്ട് റീ അസംബിൾ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് സെഗ്മെൻറ്റേഷൻ. അതായത് അതിനെ ഓരോ സെഗ്മെൻ്റ് ആക്കി മാറ്റും. ആ സെഗ്മെൻറ്റേഷനിൽ ആഡ് ചെയ്ത് കൊടുത്ത സെഗ്മെൻറ്റേഷൻ നമ്പർ വെച്ചിട്ട്, സീക്വൻസ് നമ്പർ വെച്ചിട്ട് അതിനെന്ത് ചെയ്യും, റിസീവർ സൈഡിൽ അതിനെ റീ അസംബിൾ ചെയ്യും. അതാണ് റീ അസംബ്ലി എന്നുള്ള ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്തതാണ് കണക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ലെയറിൽ 2 രീതിയിലുള്ള സർവീസുകളാണുള്ളത്. കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസും കണക്ഷൻലെസ് സർവീസും. നമ്മളത് പ്രോട്ടോക്കോളിൽ പറഞ്ഞു, TCP ആൻഡ് UDP. TCP എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസും UDP എന്ന് പറയുന്നത് കണക്ഷൻലെസ്സുമാണ്. A connectionless service treats each segment as an individual packet and they all travel in different routes to reach the destination. കണക്ഷൻലെസ് സർവീസ് എന്ന് പറയുന്നത് ഓരോ സെഗ്മെൻറ്റിനും ഇൻഡിവിജ്വൽ പാക്കറ്റായിട്ടാണ് എടുക്കുന്നത്. ഓരോ പാക്കറ്റും പല റൂട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. A connection oriented service makes a connection with the transport layer at the destination machine before delivering the packets. അപ്പോൾ ഈ കണക്ഷൻ ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് അതിൻ്റെ ഡെസ്റ്റിനേഷനുമായിട്ട് ഓൾറെഡി എന്ത് ചെയ്തിരിക്കണം, ഒരു കണക്ഷൻ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ആ കണക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പാക്കറ്റുകളെ ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത്. ഇൻ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ഓൾ പാക്കറ്റ്സ് ട്രാവൽ ഇൻ ദി സിംഗിൾ റൂട്ട്. അതുകൊണ്ട് തന്നെ കണക്ഷൻ ഓറിയൻറ്റഡിൽ നമുക്ക് പറയാം എല്ലാ പാക്കറ്റുകളും ഒറ്റ സിംഗിൾ റൂട്ടിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ചാനലിലൂടെ പോയിട്ട് അവിടെ എത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ റിലയബിൾ എന്ന് പറയാൻ കാരണം. പിന്നെ ഫ്ലോ കൺട്രോൾ നമ്മൾ ഒരുവിധ എല്ലാ ലെയറിലും നമ്മൾ അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻഡ് ടു എൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലോ കൺട്രോൾ ചെയ്യണം. ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കണം അവിടെ റിസീവ് ചെയ്യുന്നതും. അതിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ എറർ കൺട്രോൾ എന്ന് പറയുന്നതും ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എറർ കൺട്രോൾ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട് എൻഡ് ടു എൻഡ് റാദർ ദാൻ അക്രോസ് ദി സിംഗിൾ ലിങ്ക്. ദ സെൻറ്റർ ട്രാൻസ്പോർട്ട് ലെയർ എൻഷുവേഴ്സ് ദാറ്റ് മെസ്സേജ് റീച്ച് അറ്റ് ദ ഡെസ്റ്റിനേഷൻ വിത്തൗട്ട് എനി എറർ. ഒരു എററും കൂടാതെ തന്നെ ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ എത്തിയിട്ടുണ്ട് എന്ന് സെൻറ്റർ എന്ത് ചെയ്യും, ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ഫ്ലോ കൺട്രോൾ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് സെഷൻ ലെയറാണ്. പ്രസൻറ്റേഷൻ ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റ സെഷൻ ലെയറിലേക്ക് എത്തുന്നു. സെഷൻ ലെയറിലാണ് സിങ്ക്രൊണൈസേഷനും ഡയലോഗ് കൺട്രോളൊക്കെ നടക്കുന്നത്. ആ സിങ്ക്രൊണൈസേഷനാണ് അവിടെ SYN എന്ന് കാണിച്ചിട്ടുള്ളത്. ആ ഡാറ്റയാണ് പിന്നീട് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് സെൻറ്റർ സൈഡിൽ പോകുന്നത്. റിസീവർ സൈഡിലാവുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ആ ഡാറ്റ സെഷൻ ലെയറിലേക്ക് കയറും.
സെഷൻ ലെയറിൽ നിന്ന് പിന്നീട് അത് പ്രസൻറ്റേഷൻ ലെയറിലേക്ക് പോകും. അപ്പോൾ സെഷൻ ലെയർ എന്ന് പറയുന്നത് യൂസർ ഇറ്റ് എസ്റ്റാബ്ലിഷ് മെയിൻറ്റെയിൻ ആൻഡ് സിങ്ക്രണൈസസ് ദി ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസുകൾ തമ്മിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റും അതേപോലെ മെയിൻ്റനൻസും അതേപോലെ സിങ്ക്രണൈസേഷനൊക്കെയാണ് സെഷൻ ലെയർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. മെയിനായിട്ട് പറയുന്ന ഫങ്ഷനാണ് ഡയലോഗ് കൺട്രോൾ എന്നത്. സെഷൻ ലെയർ ആക്ട്സ് ആസ് എ ഡയലോഗ് കൺട്രോളർ ദാറ്റ് ക്രിയേറ്റ്സ് എ ഡയലോഗ് ബിറ്റ്വീൻ ടു പ്രോസസ്സസ്, or we can say that it allows the communication between two processes which can be either half duplex or full duplex. അപ്പോൾ ഫുൾ ഡ്യൂപ്ലെക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഹാഫ് ഡ്യൂപ്ലെക്സ് ആയിട്ടോ രണ്ട് പ്രോസസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ലെയറാണ്? സെഷൻ ലെയറാണ്. അതിനെയാണ് നമ്മൾ ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ സെഷൻ ലെയറിൽ ചെക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ അതായത് ഈ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മിഡിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? ദെൻ ദ ട്രാൻസ്മിഷൻ വിൽ ടേക്ക് പ്ലേസ് എഗെയിൻ ഫ്രം ദ ചെക്ക് പോയിൻറ്റ്. ആ ചെക്ക് പോയിൻറ്റിൽ നിന്ന് വീണ്ടും ട്രാൻസ്മിഷൻ തുടങ്ങും. അവിടെ വെച്ചിട്ടാണ് എന്തെങ്കിലും എറർ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യും? അവിടുന്ന് ട്രാൻസ്മിഷൻ തുടങ്ങും. അപ്പോൾ അതിനെയാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ ആൻഡ് റിക്കവറി എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രോസസ്സിനെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ മെയിനായിട്ട് സെഷൻ ലെയറിൻ്റെ രണ്ട് ഫങ്ഷൻസാണ് ഡയലോഗ് കൺട്രോളും സിങ്ക്രണൈസേഷനും പറയുന്നത്. പിന്നെ പ്രസൻറ്റേഷൻ ലെയറാണ്. പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് സെൻറ്റർ സൈഡിൽ അപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ഡാറ്റ പ്രസൻറ്റേഷൻ ലെയറിലെത്തുന്നു. ആ ഡാറ്റനെ എൻകോഡ് ചെയ്യുന്നുണ്ട്, എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, കംപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു? സെഷൻ ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. റിസീവർ സൈഡിലാണെന്നുണ്ടെങ്കിൽ സെഷൻ ലെയറിൽ നിന്ന് ആ ഡാറ്റനെ ഡീകോഡ് ചെയ്യും, ഡീക്രിപ്റ്റ് ചെയ്യും, ഡീകംപ്രസ് ചെയ്യും, എന്നിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രസൻറ്റേഷൻ ലെയർ ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് ഓഫ് ദി ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു സിസ്റ്റംസ്. രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഇൻഫർമേഷനിൽ ഉണ്ടാവുന്ന സിൻടാക്സ് എറർ, സെമാൻറ്റിക്സ് ഒക്കെയാണ് ഏതിൽ നോക്കുന്നത്? പ്രസൻറ്റേഷൻ ലെയറിൽ നോക്കുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് എ ഡാറ്റ ട്രാൻസ്ലേറ്റർ. നെറ്റ്വർക്കിലുള്ള ഒരു ഡാറ്റ ട്രാൻസ്ലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് പ്രസൻറ്റേഷൻ ലെയറാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഒരു ഫോർമാറ്റിലുള്ള ഈ ഡാറ്റനെ മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ പ്രസൻറ്റേഷൻ ലെയറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പ്രസൻറ്റേഷൻ ലെയറിന് സിൻടാക്സ് ലെയർ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഒരു ഫംഗ്ഷനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ്സസ് ഇൻ ടു സിസ്റ്റംസ് എക്സ്ചേഞ്ച് ദ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ക്യാരക്ടർ, സ്ട്രിങ്സ്, നമ്പേഴ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഒരു രണ്ട് സിസ്റ്റത്തിലുള്ള പ്രോസസ്സുകൾ തമ്മിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒരു പക്ഷേ അതിൽ ക്യാരക്ടർ സ്ട്രിങ്സ് ഉണ്ടാവാം, നമ്പേഴ്സൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ഡിഫറെൻറ്റ് എൻകോഡിംഗ് മെത്തേഡ്സ്. പല കമ്പ്യൂട്ടറുകളും പല എൻകോഡിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദ പ്രസൻറ്റേഷൻ ലെയർ ഹാൻഡിൽസ് ദ ഇൻ്ററോപ്പറബിലിറ്റി ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് എൻകോഡിംഗ് മെത്തേഡ്സ്. അപ്പോൾ എല്ലാത്തിനും അത് എല്ലാ രീതിയിലും ആക്സെപ്റ്റഡ് ആവുന്ന രീതിയിലുള്ള ഒരു ഇൻ്ററോപ്പറബിലിറ്റി കൊണ്ടുവരുന്നത് ആരാണ്? പ്രസൻറ്റേഷൻ ലെയറാണ്. അപ്പോൾ ഈ ഡാറ്റ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? പ്രസൻറ്റേഷൻ ലെയറാണ്. ഇറ്റ് കൺവേർട്ട്സ് ദ ഡാറ്റ ഫ്രം സെൻറ്റർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റ് ഇൻ ടു എ കോമൺ ഫോർമാറ്റ്. സെൻറ്റർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റിലാണ് ആ ഡാറ്റ ഉണ്ടായിരുന്നത്. അതിനൊരു കോമൺ ഫോർമാറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പ്രസൻറ്റേഷൻ ലെയറാണ്. ആൻഡ് ചേഞ്ചസ് ദ കോമൺ ഫോർമാറ്റ് ഇൻ ടു റിസീവർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റ് അറ്റ് ദ റിസീവർ എൻഡ്. അപ്പോൾ കോമൺ ഫോർമാറ്റ് ആക്കി മാറ്റി റിസീവർ സൈഡിൽ എത്തുമ്പോൾ റിസീവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത്, ഫോർമാറ്റ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ അത് റിസീവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള റിസീവർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റിലേക്ക് റിസീവർ സൈഡിൽ എന്ത് ചെയ്യും? പ്രസൻറ്റേഷൻ ലെയർ അതിനെ മാറ്റും. അപ്പോൾ ആ ഒരു ട്രാൻസ്ലേഷനാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അപ്ലിക്കേഷൻ ലെയർ. അപ്ലിക്കേഷൻ ലെയർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യൂസറുമായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് അപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപ്ലിക്കേഷൻ ലെയറുമായി. അപ്ലിക്കേഷൻ ലെയർ അത് പ്രസൻറ്റേഷൻ ലെയറിലേക്ക് കൊടുക്കുന്നു. അതേ സ്ഥാനത്ത് റിസീവർ സൈഡിലാണെങ്കിൽ പ്രസൻറ്റേഷൻ ലെയറിൽ നിന്ന് ഡാറ്റ അപ്ലിക്കേഷൻ ലെയറിലേക്ക് പോകുന്നു. അപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് അത് യൂസർക്ക് വ്യൂ ചെയ്യുന്നു. അപ്പോൾ അതാണ് അപ്ലിക്കേഷൻ ലെയറിൻ്റെ ഒരു ആർക്കിടെക്ചർ. അപ്പോൾ നോക്കാം, അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ഒരു വിൻഡോയാണ് അല്ലേ. യൂസർ ആൻഡ് അപ്ലിക്കേഷൻ പ്രോസസ്സുകൾ തമ്മിൽ ഉള്ള ഒരു വിൻഡോനെയാണ് നമ്മൾ അപ്ലിക്കേഷൻ ലെയർ അതായിട്ടാണ് അത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ട്രാൻസ്പെറൻസി അതേപോലെ റിസോഴ്സ് അലൊക്കേഷനൊക്കെയാണ് അപ്ലിക്കേഷൻ ലെയർ എന്ത് ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യുന്നത്. അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ഈസ് നോട്ട് ആൻ അപ്ലിക്കേഷൻ ബട്ട് ഇറ്റ് പെർഫോംസ് ദ അപ്ലിക്കേഷൻ ലെയർ ഫങ്ഷൻസ്. അപ്ലിക്കേഷൻ ലെയർ ഫങ്ഷൻസ് ആണ് അത് എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്.
പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് നോക്കാം. ഒന്ന് ഫയൽ ട്രാൻസ്ഫർ, ആക്സസ് ആൻഡ് മാനേജ്മെൻറ്റ്, FTAM. An application layer allows a user to access the files in a remote computer. ഒരു കമ്പ്യൂട്ടറിലുള്ള ഫയൽസിനെ ആക്സസ് ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? അപ്ലിക്കേഷൻ ലെയർ ആണ്. അതേപോലെ ഒരു കമ്പ്യൂട്ടറിലുള്ള ഫയൽസിനെ റിട്രീവ് ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ലെയർ ആണ്. കമ്പ്യൂട്ടറിലുള്ള ഫയൽസിനെ മാനേജ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ലെയർ ആണ്. ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ FTAM എന്ന് പറയുന്നത്, ഫയൽ ട്രാൻസ്ഫർ, ആക്സസ് ആൻഡ് മാനേജ്മെൻറ്റ്. പിന്നെ മെയിൽ സർവീസ്, നമുക്ക് ഇമെയിൽ ഫോർവേഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ലെയർ ആണ്. പിന്നെ ഡയറക്ടറി സർവീസ്, an application provides the distributed database sources and is used to provide the global information about various objects. Database source distribution, അതേപോലെ ഒരു എല്ലാ ഒബ്ജക്ട്സിനെ കുറിച്ചിട്ടുള്ളൊരു ഗ്ലോബൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, ഇതെല്ലാം ഏതിലാണ്ടാവുക? ഡയറക്ടറി, സ്റ്റോറേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ഡയറക്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതും അപ്ലിക്കേഷൻ ലെയർ ആണ്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആരുടെയിൽ വരുന്നത്? അപ്ലിക്കേഷൻ ലെയറിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷൻ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക്